നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ 3:6. തൻ്റെ ജീവിതത്തിലെ ഓരോ കർത്തവ്യവും ഏറ്റവും മനോഹരമായി ചെയ്യണമെന്ന ഉറച്ച തീരുമാനത്താൽ ആരംഭിക്കുന്നതാണ് സോണിയച്ചൻ്റെ ഓരോ ദിനവും. റിസർച്ചും ദർശനയുടെ ഡയറക്ടർ പദവിയും സോണിയച്ചൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. അക്കാഡമിയുടെ ജീവനാഡികളിലൂടെ സഞ്ചരിച്ച് ഓരോ പ്രവർത്തനത്തെയും തൻ്റേതായ രീതിയിൽ വിലയിരുത്തി തിരുത്തലുകൾ വരുത്തി മുന്നേറുന്നതാണ് അച്ഛൻ്റെ പ്രവർത്തന ശൈലി. ഓരോ നിമിഷവും വിലയേറിയതാണ് എന്ന് മനസ്സിലാക്കി അക്കാഡമിയിലുടനീളം ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അച്ഛന് സാധിച്ചു. ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ അത്യാധുനിക ഡിജിറ്റൽ ബോർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി വിദ്യാർത്ഥികളുടെ പഠനത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു. ദർശന അക്കാഡമിയുടെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ സഹായിക്കാനായിരുന്നു. സോണിയച്ചൻ ജോയിൻ ചെയ്ത അന്നു മുതൽ ഇന്നുവരെ മുടങ്ങാതെ വിദ്യാർത്ഥികളുടെയും ദർശന കുടുംബാംഗങ്ങളുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക വഴി ഹോം അവേ ഫ്രം ഹോം ഫീലിംഗ് എല്ലാവരിലും ഉണ്ടായി. വീട് വിട്ടു മാറി നിൽക്കുന്നതിൽ ഇവിടെ വിദ്യാർത്ഥികൾ ആരും സങ്കടപ്പെട്ടില്ല, ആരും നിരാശരായില്ല. വിദ്യാർത്ഥികൾക്ക് എന്തും തുറന്നു പറയാവുന്ന സഹോദര തുല്യനായ ഡയറക്ടറായിരുന്നു സോണിയച്ചൻ. പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുക വഴി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നേറാനുള്ള പ്രചോദനമുണ്ടാവുകയും ചെയ്തു. ദർശന അക്കാദമിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക ഭേദമന്യേ ജനപ്രതിനിധികളുടെ സഹകരണം ഉറപ്പാക്കുവാൻ സോണിയച്ചൻ മുൻകൈയെടുത്തു. സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ദർശന അക്കാഡമിയെ കുടിയിരുത്താൻ അക്കാഡമിയുടെ പ്രവർത്തനങ്ങളിൽ അവരെയും ഭാഗമാക്കാൻ അച്ഛൻ മറന്നില്ല. കേരളത്തിലുടനീളം മെറിറ്റ് ഡേ സംഘടിപ്പിച്ച് 10th, +2 ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു റാങ്ക് ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികളെ റിവിഷൻ ടൈമിലും ക്ലാസുകൾ നൽകുകയും പ്രത്യേകമായി പരീക്ഷകൾ നടത്തി പരിശീലിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടത്താത്ത വിധം എല്ലാ ആഘോഷങ്ങളും നടത്താൻ സോണിയച്ചൻ മുൻകൈയെടുത്തു. വിദ്യാർത്ഥികളുടെ ആത്മീയ ഉണർവിനായി അക്കാഡമിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ആദ്യ വെള്ളികളിൽ ആരാധനയും നടത്തി. അക്കാദമിയിലെ അംഗങ്ങളുടെ ഐക്യവും സൗഹൃദവും വളർത്തുന്നതിനായി സ്റ്റാഫ് അംഗങ്ങൾക്ക് ടൂർ നടത്താൻ മുൻകൈയെടുത്തത് സോണിയച്ചനാണ്. ഇതൊരു അവസാനമല്ല, തുടക്കമാണ് ഇനിയുള്ള ജീവിത ജൈത്രയാത്രയ്ക്ക്. ദർശന കുടുംബാംഗങ്ങളുടെ മുഴുവൻ സ്നേഹവും പ്രാർത്ഥനകളും കൂടെയുണ്ടാവും. തുടർന്നുള്ള അങ്ങയുടെ ദൗത്യം ഏറ്റവും വിജയകരമാവട്ടെ എന്ന ആശംസയോടെ സ്നേഹപൂർവ്വം യാത്രാമംഗളങ്ങൾ നേരുന്നു.